ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സംഭവം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ശ്രവ്യ മോളാണ് മുമ്പിലിരിക്കുന്നത്, ലിനീഷേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, ദശരിക മോളുണ്ട്, പിന്നെ ഞാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ബീച്ചിൻ്റെ സൈഡിൽ കൂടെ, കോഴിക്കോട് ബീച്ചാണ് കേട്ടോ ഇത്. രാത്രി ഏകദേശം ഒരു 10:15 ആയിട്ടുണ്ടാവും കേട്ടോ. ഈ സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ബീച്ചിലിരിക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾ ബീച്ചിലേക്കല്ല പോകുന്നത്, അതെങ്ങോട്ടാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ പോകുന്ന വഴിക്ക് ബീച്ച് ഫെസ്റ്റിവൽ കണ്ടു കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കാണുകയെന്നല്ലാണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടില്ല. കുറേ റൈഡ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ, റൈഡ്സൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അവിടേക്ക് കയറിയില്ല. പണ്ടൊക്കെ ഈ ജയൻറ്റ് വീലൊക്കെ എവിടെ കണ്ടാലും അവിടെ പോകണം എന്നിങ്ങനെ പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടെ വേണമെങ്കിലും എക്സിബിഷനൊക്കെ ഇടയ്ക്ക് വരുന്നതിനെ കൊണ്ട് അപ്പം അങ്ങനെ അതിനോടുള്ള അത്ര താല്പര്യമൊന്നുമില്ല. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഇതാ അടുത്ത എക്സിബിഷനും കൂടെ കണ്ടിട്ടോ. ഇതാ ജയൻറ്റ് വീൽ അതാ തിരിയുന്നത് കണ്ടോ. ഇതാ പറഞ്ഞത്, ഇപ്പോൾ എവിടെ നോക്കിയാലും ബീച്ചിൽ എപ്പോൾ പോയാലും ഇതൊക്കെ ഉണ്ടാകും. അവിടെ ഞങ്ങൾ കയറിയില്ല, അതൊക്കെ കണ്ട് അങ്ങനെ പോയി. അപ്പോൾ ഇത് നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാ പുതിയാപ്പ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ, കോഴിക്കോടാണിത് സംഭവം. ലൈറ്റൊക്കെ ഇട്ട് നന്നായി അലങ്കരിച്ചിട്ടുള്ള ഒരു അമ്പലമാണിത്. അപ്പോൾ ആ അമ്പലം എത്തുന്നത് വരെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. കാണാൻ എന്ത് ഭംഗിയെന്നറിയോ കാണാൻ. അതിലേക്കൂടെ പോകുമ്പോൾ പല നിറത്തിലുള്ള ലൈറ്റുകൾ വെച്ചിട്ടാണ് ഇവിടെ അലങ്കരിച്ചിട്ടുള്ളത്. കണ്ണിന് നല്ല ഒരു സുഖമുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഈ കോഴിക്കോടുള്ള എല്ലാവരും ഇത് കാണാതെ പോയാൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ ലൈറ്റിൻ്റെ അലങ്കാരം അവിടെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതാ മയിലിന് ലൈറ്റ് കൊണ്ട് വെച്ച് അലങ്കരിച്ചുകൊണ്ടോ ചെണ്ട കൊട്ടുന്ന ഒരാളെ കണ്ടു, ലൈറ്റ് വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ കാണാം. 2 സൈഡിലായിട്ട് മയിലും ചെണ്ട കൊട്ടുന്ന ഒരാളെയും കാണാം. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു ഗോപുരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ട്. ഗോപുരമല്ല, ഗോപുര കവാടം. അങ്ങനെ നമ്മുടെ ലൈറ്റിൻ്റെ അലങ്കാരം ഇവിടെ കഴിഞ്ഞിട്ടില്ലേ. ഇനി ഈ കവാടം അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ ഇനിയും ഇതേപോലെ എത്രയോ ദൂരം ഇങ്ങനെ ഈ ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് ബ്ലോക്ക് ഉണ്ട് കേട്ടോ, നല്ല തിരക്കായിരുന്നു റോഡൊക്കെ. ആൾക്കാർ ഈ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതല്ലേ, അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിങ്ങനെ കണ്ടങ്ങനെ പോവാം.
അപ്പോൾ അമ്പലത്തിലേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തിരിച്ച് പോന്നു. പോരുമ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ അല്ലേ വരുന്നത്, കോഴിക്കോട് ബീച്ചിൻ്റെ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ബീച്ചിലൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. രാത്രി ഒരു 11:15 സമയം. അപ്പോൾ ബീച്ചിൽ പോയപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ബീച്ചിൽ കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം, ഉപ്പിലിട്ട ഐറ്റംസ്, അങ്ങനെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ബീച്ചിലെങ്ങനെ ആളും തിരക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമുക്കൊന്നും പേടിക്കാനില്ല, ഫുള്ളും ആൾക്കാരാണ് എല്ലായിടത്തിലും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നടന്നു, കളിച്ചു, കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്ന് സമയം പോക്കി. ഇതാണ് നമ്മുടെ കോഴിക്കോട്. ഇതാണ് കോഴിക്കോടിൻ്റെ അഴക്. കോഴിക്കോട് ഈ രാത്രിയിൽ എത്ര മനോഹരമാണ്. അങ്ങനെ സമയം ഒരുപാട് കഴിഞ്ഞിട്ടോ, കണ്ണിലൊക്കെ ഇങ്ങനെ ഉറക്കം വന്നിട്ട് വയ്യ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മക്കൾക്കൊക്കെ ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ തിരിച്ച് പോകുമ്പോഴുള്ള സമയം എത്രയാണെന്നറിയോ? 11:45. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഒരു 12:30 ആയി. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളെ നാട്ടിലെ കൈതക്കൊണ്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് അയ്യപ്പ വിളക്കുണ്ടായിരുന്നു. അപ്പോൾ അയ്യപ്പ വിളക്കിനും പോയി. അപ്പോൾ അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി. അങ്ങനെ ഫുൾ ഉത്സവം മൂഡായിരുന്നു. ഇഷ്ടം പോലെ ജനങ്ങളാണ് കേട്ടോ ഇവിടുത്തെ അയ്യപ്പ വിളക്കിന് വരാറുള്ളത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. പിന്നെ ഇഷ്ടം പോലെ കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പാട്ട്, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ. പിന്നെ എവിടെ ഉത്സവത്തിന് പോയാലും തിരിച്ച് വരുമ്പോൾ ഞങ്ങളൊരു സാധനം വാങ്ങും, ശർക്കര ജിലേബി. അത് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്. അപ്പോൾ അവിടുന്ന് ശർക്കര ജിലേബിയൊക്കെ വാങ്ങി തിരിച്ച് പോന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.